മാത്രം ആരാധിക്കും, നല്ല മൂല്യങ്ങൾ മാത്രം ഉൾക്കൊള്ളും, വേദഗ്രന്ഥങ്ങൾ ശരിക്കും പഠിക്കും, മനുഷ്യരെ തമ്മിൽ മനസ്സിലാക്കും. എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ തായത്ത് പായ്ച്ചേറിലാണിടുമ്പോൾ താൻ മാത്രം ബ്രഹ്മപദം കൊതിക്കും, തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും മോചനം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈ ക്ഷേത്രത്തിന്റെ പടിവാതികൾ കടന്നു വരുമ്പോ, ഈ ക്ഷേത്രത്തിന്റെ കവാടം കടന്നു വരുമ്പോ എന്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, പരമകാരുണിക, ലോകത്തിന്റെ സൃഷ്ടാവേ, നിന്റെ അടിമകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് നീ കരുത്ത് തരണം, എനിക്ക് നീ ശക്തി തരണം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അവസരമുണ്ടാകണം. നമ്മൾ കപടന്മാരായി പോകരുത്, കാപട്യമുണ്ടാകരുത്. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കും. അതുകൊണ്ട് ലോകം നന്നാവില്ല. പച്ചയായ ഹൃദയം തുറന്നു വെക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാപട്യമില്ലാതെ തുറന്നു വെച്ചു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. 3 പോയിന്റ് ഞാൻ പ്രധാനമായി പറഞ്ഞു. 1, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നത്. 2, ആ ദൈവത്തിന്റെ ദൃഷ്ടാന്തം ഏതെന്ന് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്നത്. അത് ഇസ്ലാമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ല, അത് ഹിന്ദുമതമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം, നിങ്ങൾ ഞങ്ങളോട് പറയണം. കാരണം നിങ്ങൾക്ക് മാത്രം മോക്ഷം എന്നതുണ്ടാവാൻ പാടില്ല. ഒരു ഔഷധം കണ്ടെത്തിയാൽ, സൗദി അറേബ്യ ക്യാൻസറിന് ഒരു കൃത്യമായ മരുന്ന് കണ്ടെത്തിയാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നവൻ വർഗീയവാദിയാണ്. ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിന്റെ മതമെങ്കിൽ അത് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. വർഗീയവാദിയാകാതെ നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. അടിച്ചേൽപ്പിക്കലില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് മാത്രമായി ഞാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർക്കും നാടിനും രാജ്യത്തിനും ഭരണാധികാരികൾക്കും മതനേതാക്കന്മാർക്കും നമ്മളിൽ പ്രതീക്ഷയുണ്ട്. കള്ളുകുടിച്ചും വ്യഭിചരിച്ചും തോന്നിയാസം കളിച്ചും ബൈക്കിൽ പോയും അതല്ല ജീവിതം. ഒരുപാട് തൊട്ടയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ടോ? അച്ഛനും അമ്മക്ക് ഞാൻ ആശ്രയമാണോ? ഇടക്കൊക്കെ ചോദിക്കണം. ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉമ്മാക്ക് വിഷമമുണ്ടായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊറുക്കണേ. അറിയാതെ പറ്റിപ്പോയതുണ്ടെങ്കിൽ പൊറുക്കണേ. ഞാൻ എന്റെ പിതാവ് എന്നോട് പറയും, മോനെ നിനക്ക് പേരിട്ടു ഞാൻ മുജാഹിദ് എന്ന്. മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നവെന്നാണ്. മോനെ, ആ വാക്ക് പിതാവിന്റെ പ്രതീക്ഷ, അത് നീ കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണേ. ഇന്ന് പോലും എന്റെ വാപ്പ പറഞ്ഞു, മോനെ ക്ഷേത്രത്തിലാണ്, ശ്രദ്ധിക്കണേ എന്ന്. സ്നേഹമാണ് അല്ലെ? സ്നേഹമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. സ്നേഹിക്കാൻ പഠിക്കുക. കുറി നോക്കി, തുണി നോക്കി, ഗോത്രം നോക്കി, വർഗം നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കാൻ. ഏത് മതങ്ങളിലും നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ മനുഷ്യരായി ജീവിക്കാൻ, തമ്മ തിരിച്ചറിയാൻ, ഒരിക്കലും കൊല്ലില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഒരിക്കലും വെറുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, സ്നേഹവും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയുമായിരിക്കും എന്റെ ജീവിതം എന്ന് പറയാൻ, ഒരമ്മയെ കരയിപ്പിക്കാതിരിക്കാൻ, ഒരു പെണ്ണിന്റെ കണ്ണുനീരും ഭൂമിയിൽ വീഴാതിരിക്കാൻ, ഒരു പിഞ്ചു പൈതലിന്റെ കരച്ചിലും ലോകത്ത് കേൾക്കാതിരിക്കാൻ. അതെ, മക്കളെ കുറിച്ച് ഓർത്ത് കരയരുത്. ആ കാബാലികന്മാർ എന്റെ മോനെ കൊന്നു എന്നൊരാളെ പറ്റിയും, മുസ്ലിങ്ങളെ പറ്റി ഹിന്ദുക്കളെ പറ്റി മുസ്ലിങ്ങളും ഇനി പറയരുത്. ഈ പ്രസംഗം സുഖിപ്പിക്കാനുള്ളതല്ല, ഈ പ്രസംഗം ചിന്തിക്കാനുള്ളതാണ്. അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ എനിക്ക് തന്ന സമയം വളരെ വിലപ്പെട്ടത്, ദീർഘമായ മനുഷ്യ ജീവിതത്തിൽ അമൂല്യമായ ഒന്നാണ് ഈ വിലപ്പെട്ട സമയം. ഈ സമയത്തെക്കുറിച്ച് ഈശ്വരൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, നീ പഠിപ്പിച്ച മൂല്യം അത് ധൈര്യസമേതം ഞാൻ പറഞ്ഞു ഈശ്വര, പറഞ്ഞു അല്ലാഹുവേ എന്നെനിക്ക് എന്റെ റബ്ബിനോട് പറയാം. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, ദൈവമേ നീ ഈ പ്രസംഗം സ്വീകരിക്കണമേ, ദൈവമേ ഈ മനുഷ്യർക്ക് ഇതൊരു വെളിച്ചമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ക്ഷേത്രം നിശ്ചയിച്ച പലതും അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്നോർക്കുക, മരണം മനുഷ്യനെ പിടികൂടിയാൽ ഏത് ഭൂമി നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാനാവില്ല. ഇന്ന് ഞാൻ ട്രെയിനിലേക്ക് എത്തുമോ, എന്റെ ജുബ്ബയുടെ ബട്ടൺ ഞാൻ അയക്കുമോ, എന്നെ എന്റെ കൂട്ടുകാർ ഇവിടുന്ന് കൊണ്ടുപോകുമോ, എനിക്ക് പറയാൻ കഴിയില്ല. ഒരു അറ്റാക്ക് വന്നാൽ അവസാനിക്കാവുന്ന ജീവിതം, അതിനിടയിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. യൗവനം പാഴായി പോകരുത്. അഭിമാനിക്കാൻ കഴിയണം മരിക്കുമ്പോ എന്റെ യൗവനം ഫലപ്രദമായിരുന്നു എന്ന് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം, നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം. ആരുടെ മുമ്പിലും ചട്ടുകങ്ങളായി പോകരുത്. ബുദ്ധി ഒരാളുടെ മുമ്പിലും പണയപ്പെടുത്തരുത്. പാരമ്പര്യ വിശ്വാസത്തിൽ അപാകതകൾ അത് മാത്രമാണ് മതം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. മതഗ്രന്ഥങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ മനസ്സ് അത് നിങ്ങൾക്കുണ്ടാവണം. എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നിങ്ങൾ എത്ര അനുഗ്രഹീതർ.
നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് യഥാർത്ഥ മതത്തിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയും എന്നെ ക്ഷണിച്ചവരോട് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്ര ദൈർഘ്യമേറിയ സമം ഒരു ക്ഷേത്രാങ്കണത്തിൽ എനിക്ക് അവസരം നൽകിയ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിങ്കൽ നിന്ന് ലഭിക്കുന്ന മാർഗദർശനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും പ്രത്യാശിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാഗൂതം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഇനിയൊരു ജീവിതം നന്മയായി ഭവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ടും സ്ത്രീധനം വാങ്ങില്ലെന്ന്, പുക വലിക്കില്ലെന്ന്, മദ്യപിക്കില്ലെന്ന്, അനാവശ്യ ഭക്ഷണം കഴിക്കില്ലെന്ന്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ലെന്ന്, ഒരു വർഗീയ കലാപത്തിനും നേതൃത്വം നൽകില്ലെന്ന്, ഒരു അരാജകത്വത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ലെന്ന്, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സൗഭാഗ്യം നൽകിയ ലോകത്തിന്റെ നാഥൻ എന്റെ റെക്കോർഡിൽ എന്നെ സൃഷ്ടിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഈ ക്ഷേത്രവേദി എനിക്കുണ്ടാകുമെന്ന് വിധിച്ച എന്റെ സാക്ഷാൽ അല്ലാഹുവിനോട് ഹൃദയത്തിന്റെ അഗാധതകളിൽ നിന്ന് അല്ലാഹുവേ നിനക്ക് നന്ദി, ഇത് കേൾക്കാൻ, ഇത് പറയാൻ ഈ സമൂഹത്തിന് അവസരമുണ്ടായല്ലോ എന്ന നന്ദി നിന്നോട് രേഖപ്പെടുത്തി അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് എന്ന് നിന്നെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, നന്നാവുക, നല്ലതിനു വേണ്ടി ജീവിക്കുക, നന്മയെക്കുറിച്ച് ആലോചിക്കുക. ഇന്നു മുതൽ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിക്കുക, ഏറ്റവും വലിയ സത്യത്തിലേക്ക് എത്തിച്ചേരുക, ദൈവം അവതരിപ്പിച്ച മതത്തിലേക്ക് എത്തുക, മാനവ സമൂഹത്തിന് മുമ്പിൽ ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതത്തിലേക്ക് എത്തുക, ഏകദൈവാരാധനയുടെ വക്താക്കളാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.